അപ്പോൾ നമ്മൾ ഇതേപോലെ ഇരുമ്പ് ചട്ടി, ദോശത്തവ, ഇരുമ്പിൻ്റെ ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റിയിടുമ്പം ഇതേപോലെ തുരുമ്പിക്കാറുണ്ട്. തുരുമ്പിച്ച് അതിൻ്റെ ആ അംശങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് കയറിയിട്ട് പാത്രം ചീത്തയായിപ്പോവും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു സ്വല്പം പിഴിപുളിയാണ്. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിനകത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഞെവിടിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ദോശത്തവ ഞാൻ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ചൂടായാവുന്ന തിളച്ച് അതിൻ്റെ ആ ഇരുമ്പിൻ്റെ അംശമെല്ലാം അതിനകത്തോട്ട് ആ പുളിയിലോട്ട് ഇറങ്ങണം. അപ്പോൾ അതിനായിട്ട് എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ഥിരം ഉപയോഗിക്കാത്ത ഇരുമ്പിൻ്റെ ദോശത്തവ, ഇരുമ്പ് ചട്ടിയൊക്കെ ഇതേപോലെ നമ്മൾ ഒന്ന് ഉപയോഗിച്ചിട്ട് മാറ്റിയിടുമ്പോഴത്തേനും ഇതേപോലെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു പ്രശ്നം കാണില്ല. അപ്പം ഇതേപോലെ കണ്ടോ, പുളി എല്ലാ ഭാഗത്തും ആകുന്നത് തിളച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിതിനകത്ത് പിന്നെ ദോശ ആണെങ്കിലും അതേപോലെ ഗോതമ്പ് ദോശ ആണെങ്കിലും എന്ത് നമ്മളിതിനകത്ത് പാചകം ചെയ്തെടുത്താലും നല്ല രീതിയിൽ ഇളകി വരും. അപ്പോൾ കണ്ടോ, അത് അതിൻ്റെ പണി കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത ഇതേപോലെ തന്നെ ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പുളി അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ തന്നെ ആ ഇരുമ്പ് എല്ലാം ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ചട്ടിയിലെ ഇരുമ്പ് എല്ലാം അതിനകത്തോട്ട് ഇറങ്ങുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം ക്ലീനാക്കി എടുക്കാം. അപ്പോൾ ദാണ്ടെ ദോശത്തവ ഇരുമ്പിൻ്റെ ഞാൻ അത് ക്ലീനാക്കി ഉണക്കി ടവലൊക്കെ വെച്ചൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് നല്ലെണ്ണയോ ഏതെണ്ണയാണെന്ന് വെച്ചാൽ നമുക്കൊന്ന് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് എന്ത് ചുട്ടാലും നല്ല രീതിയിൽ ഇളകി വരികയും ചെയ്യും. ഇരുമ്പിൻ്റെ ചുവയോ അംശമോ ഒന്നും തന്നെ കാണില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ തുരുമ്പിച്ച ദോശത്തവയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ക്ലീനാക്കി എടുക്കാം. അതേപോലെ തന്നെ ഇരുമ്പ് ചട്ടിയും ഉണ്ട്. ഞാൻ പുളിയെല്ലാം കഴുകി കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് എണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൂടുതലും ഇത് ഉപയോഗിക്കാതെ മാറ്റി വെച്ചാൽ കുറേ ദിവസം ആകുമ്പോഴത്തേന് ഇതേപോലെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പം ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി അതേപോലെ ദോശത്തവയുടെയൊക്കെ തുരുമ്പ് മാറ്റിയെടുക്കാൻ ഇതിലെ സൂത്രമാണ് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ കണ്ടോ, നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു കവർ ഇട്ട് കൊടുക്കാം. അപ്പോൾ കവർ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ചട്ടി പുതിയതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതിനകത്ത് പെട്ടെന്ന് തുരുമ്പിക്കുകയോ അതല്ല വെള്ളം വീഴുകയോ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് എപ്പോഴും ഫ്രഷായിട്ട് തന്നെ ചട്ടി ഇരിക്കും. അതേപോലെ ദോശത്തവയിൽ ഇതേപോലെ ഒരു കവർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തുരുമ്പിക്കാറില്ല. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക.